ജ്യോതികുമാർ ചാമക്കാല നോക്കൂ, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അജണ്ടയാവേണ്ടത് ഇപ്പോൾ CPM നമ്പർ കുറയ്ക്കുക, CPIയുടെ നമ്പർ കുറയ്ക്കുക എന്നുള്ളത് ഇവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അല്ലാതെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും കോൺഗ്രസിന്റെ അജണ്ടയാകേണ്ട കാര്യമല്ല. അതേസമയം BJPയുടെ എണ്ണം ഒന്നെങ്കിൽ ഒന്ന് കുറയ്ക്കുക, BJPയുടെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കാതിരിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ആകേണ്ടതാണ്. ആ കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ലേ? അഭിലാഷ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ ഞാൻ ഈ ചർച്ചയിൽ വന്ന് കളവ് പറയുന്നു എന്നാണ് ശ്രീ പ്രകാശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും എൻ്റെ ബഹുമാനം കൊണ്ടാണ് ഞാൻ ശ്രീ എന്ന് ചേർത്തത്. എന്നെ നീ എന്ന് വിളിച്ച ആളാണ്. ആയിക്കോട്ടെ, ഇവിടെ പ്രകാശൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കളവ് തിരുത്താനാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ കളവാണ് എന്ന് ബോധ്യപ്പെടുത്താനും അത് സാക്ഷ്യപ്പെടുത്താനുമാണ് അദ്ദേഹത്തെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുമ്പോൾ കേരളീയ സമൂഹം മുഴുവൻ കേട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് അത് EP ജയരാജൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എത്രയോ ദിവസമായി ചർച്ച ചെയ്യുന്നു. EP ജയരാജൻ പറഞ്ഞു LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന്. EP ജയരാജൻ പറഞ്ഞു LDFും BJPയുടെ സ്ഥാനാർത്ഥികൾ മെച്ചപ്പെട്ടവരാണെന്ന്. EP ജയരാജൻ്റെ ഞാൻ ചോദിച്ചല്ലോ, EP ജയരാജൻ്റെ ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരൻ വാങ്ങിയില്ലേന്ന്. അതൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ അസ്വസ്ഥരാകുന്ന എന്തിനാ ബഹളം വയ്ക്കുന്നത്? ആ ഉള്ള കാര്യങ്ങൾ ഞാൻ കളവാണോ പറഞ്ഞത്? നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമല്ല ഞാൻ ചോദിച്ചത്. അത് ചോദിക്കുമ്പോൾ ആദ്യം എടോ എന്ന് വിളിക്കുക, പിന്നെ താനെന്ന് വിളിക്കുക, അത് കഴിഞ്ഞ് എല്ലാ കടമ്പയും കഴിഞ്ഞിട്ട് നീ എന്ന് വിളിക്കുക. ഇതിനൊക്കെ നല്ല മറുപടി, വായിക്ക് രുചിയായി മറുപടി പറയാൻ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ. വായിക്ക് രുചിയായി എൻ്റെ തിരുവാത്ത് ഉറപ്പിക്കേണ്ടെന്ന് വിചാരിച്ചില്ല. തെരഞ്ഞെടുപ്പാണ്, സാമാന്യ മര്യാദ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ. അപ്പോൾ അതുകൊണ്ട് അത്തരം അഭ്യാസമൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇതൊക്കെ പഠിച്ചതേ പാടൂ, ഇതൊക്കെ പഠിച്ചു വന്നതിൻ്റെ പ്രശ്നമാണ്. മാഷെന്ന് കൂടെ എഴുതിയാൽ പോരാ, ആ ഒരു ഔന്നിത്യം കൂടെ ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് ശ്രീ പ്രകാശിനോട് സൂചിപ്പിക്കാനുള്ളൂ. ഔന്നിത്യം അത് പ്രവൃത്തിയിലുണ്ടാവണം. മാഷെന്ന് പേര് അക്ഷരത്ത് എഴുതിയാൽ അത് മാഷാകില്ല. അപ്പോൾ ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. നോക്കൂ, ഈ സംസ്ഥാനത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് BJPക്ക് രണ്ടാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒരേ ഒരു കോൺസ്റ്റിറ്റ്യുൻസിയിൽ അല്ലേ? ആ കോൺസ്റ്റിറ്റ്യുൻസി തിരുവനന്തപുരമാണ്. ആ കോൺസ്റ്റിറ്റ്യുൻസി തിരുവനന്തപുരമായിരിക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ കോൺസ്റ്റിറ്റ്യുൻസിയിൽ BJP ജയിക്കാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ O രാജഗോപാൽ ജയിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തിയിരുന്നു. അന്ന് ശ്രീ O രാജഗോപാലിന് ലഡു വരെ കൊടുത്താണ് BJPയുടെ നേതാക്കന്മാർ. പക്ഷേ അവിടെ കൃത്യമായി നമ്മുടെ ശശി തരൂർ തിരിച്ചു പിടിച്ചു ആ നിയമമണ്ഡലം. ഒരു ഘട്ടത്തിലും BJPക്ക് അത് വിട്ടുകൊടുത്തില്ല. ഇപ്പോഴും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP ആണ്. അവിടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് CPI ആണ്, LDF ആണ്. വസ്തുതയല്ലേ? കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അഭിലാഷ് അറിയാമല്ലോ, സ്റ്റാറ്റിക്സ് നോക്കിക്കോളൂ താങ്കൾ. തൃശ്ശൂരിൽ 2014 2019 എത്തിയപ്പോൾ BJPക്ക് 13% നിന്ന് 28% വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. സ്വാഭാവികമാണ്. അവിടെ എന്താ പറയുന്നത്, നമ്മുടെ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ 11 നിന്ന് 28% വോട്ട് കൂടിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ പോലും ശ്രീ TN പ്രതാപന് മുൻ വർഷങ്ങളിലേക്കാൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. അവിടെയും വോട്ട് കുറഞ്ഞിട്ടുള്ളത് LDFനാണ്. നിഷേധിക്കാൻ കഴിയുമോ? അങ്ങനെ ഇരിക്കെ ഇവിടെ തിരുവനന്തപുരത്ത് ഇനി ജയം സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് BJPയുടെയും RSSൻ്റെയും ഒക്കെ മുതിർന്ന നേതാക്കൾ മിക്കവരും ഇവിടുന്ന് അവരുടെ ഷെഡൊക്കെ അടിച്ചുപൂട്ടി പോയത്. അത് തുറന്നു സമ്മതിച്ചത് നമ്മുടെ ശ്രീ O രാജഗോപാൽ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു നമ്മുടെ ശശി തരൂരിനെ ഇനി തോൽപ്പിക്കുക അസാധ്യമാണെന്ന് പറഞ്ഞ് നമ്മളാരുമല്ല, O രാജഗോപാൽ തന്നെയാണ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഒരു MLA ആയിട്ടുള്ള BJPയുടെ ആദ്യത്തെയും അവസാനത്തെയും MLA ആയ ശ്രീ O രാജഗോപാൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഇരിക്കെ ഈ സംസ്ഥാനത്ത് മത്സരം നടക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും BJPയും CPMും തമ്മിൽ മത്സരം നടന്നിട്ടുണ്ടോ? ശരി, എന്നിട്ട് പറയും നിങ്ങൾ BJP തമ്മിലാണെന്ന്. ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും എയറിലുണ്ട്. EP ജയരാജൻ ഈ സ്ഥാനാർത്ഥികളെ BJP സ്ഥാനാർത്ഥികളെ പൂഴ്ത്തി എന്നുള്ളത് അഭിലാഷ് നിഷേധിക്കുന്നുണ്ടോ? എൻ്റെ ചോദ്യം ഞാൻ അഭിലാഷിനോട് ഇല്ല. ഇവിടെ BJPയും LDFും തമ്മിലാണ് മത്സരമെന്ന് EP ജയരാജൻ പറഞ്ഞിട്ടുള്ള അഭിലാഷ് സമ്മതിക്കുന്നുണ്ടോ? പിന്നെ അത് ഞാൻ പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ എൻ്റെ മേക്കിട്ട് കയറാൻ വരുന്നത്? ഞാൻ എന്തെങ്കിലും അസത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ തെളിയിക്കുന്നേ. ശരി, ഓക്കെ. താങ്കൾ അസത്യം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതിന് എടോ വാടോ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് ഞാൻ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം.